അണ്ണാ ഈ മീനിന്റെ പേരെന്താണ്? വളയോട് മീനാണ്. അതാണ് ഇത്ര. നമ്മുടെ ഈ പൂന്തറയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പൂന്തറയിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ. ഹലോ ഫ്രണ്ട്സ്, മിക്കുറോക്ക് നാസ്ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് പൂന്തറയാണ്. പൂന്തറയിലെ ഇന്നത്തെ ഫിഷ് വിശേഷങ്ങൾ നമ്മൾ വീഡിയോ കൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ മീൻ നല്ല പിടയ്ക്കുന്നുണ്ടല്ലോ, എന്താണ് ഇത്രയും ഫ്രഷ്നെസ്സിന് കാരണം? ഇത് കമ്പാവലയിൽ ഇപ്പൊ കൊണ്ടുവന്ന മീനാണ്, അതാണ് ഇത്രയും പിടയ്ക്കാൻ കാര്യം. ഇത് മാർക്കറ്റിൽ വിലയുള്ള മീനാണോ? അതെ അതെ, ഇത് റെയർ ആയിട്ട് കിട്ടുന്ന മീനാണ്. വളയോട് എപ്പോഴും കിട്ടുന്ന മീനല്ല. ഓക്കെ, ഇവിടെ ട്രിവാൻഡ്രത്ത് മാത്രമാണ് ഇങ്ങനെ വളയോട് എന്ന് പറയണം. പൊതുവെ എന്താണ് അതിന്റെ കോമൺ നെയിം എന്താണ്? കോമൺ നെയിം എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് വളയോടെന്നുള്ള കാര്യം അറിയാം. ഓക്കെ, ഇതിപ്പോ എവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന? ഇത് ലുലുമാട് കഴിഞ്ഞ് മാങ്ങാടൻസ് എന്ന് പറയുന്ന ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നതാണല്ലേ? ഇത്രയും ഫ്രഷ്നെസ് ആണ്, എന്റെ ജീവനും പോലും പോയിട്ടില്ലല്ലോ അല്ലേ? അതെ, ഇത് ജീവനോടെ കൊണ്ട് കൊടുക്കാനായിട്ടുള്ള നമ്മൾ നോക്കുന്നത്, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്കളെ സമീപിച്ചതിന് ഇതുപോലെ ജീവനുള്ള മീനെ കിട്ടും? തീർച്ചയായും. പേരെങ്ങനെയായിരുന്നു? ജോർദാൻ. നമ്പറും കൂടെ പറഞ്ഞോ. 7356667137. ഹലോ, എനിക്ക് പോണല്ലോ പോടും. നടന്ന് കുറച്ചതായിരുന്നു. എനിക്ക് വേണ്ട 1100 വിളിച്ച്
3000 രൂപ 3000 രൂപ 50 രൂപ 3050 50 രൂപ 3050 പയറോട് തത്തോലി 50 രൂപ 3050 3050 3050 100 3100 എന്താണ് നമ്മളെ ഫിഷ് ട്രോളിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഫിഷ് ട്രോളിംഗ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് വന്നിട്ട് ജൂൺ 15-ാം തീയതി മുതൽ ജൂലൈ 30 വരെ ഉണ്ട്. അപ്പൊ ഈ കാലയളവിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയാണ് ഈ ട്രോളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മഴക്കാലം ആയുമ്പോൾ മീനുകൾ കൂടുതൽ മുട്ടയിടുകയും ആ മുട്ടയിൽ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വളരാനുള്ള ടൈമാണ് ഈ ട്രോളിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രോളിംഗ് സമയത്ത് സാധാരണ നമ്മൾ മറ്റേ ബോട്ടുകൾ, വലിയ ബോട്ടുകൾ അവർ വന്നിട്ട് വലിയ മടികണക്കുള്ള വലിയ സാധനങ്ങൾ വെച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ പോരെടുക്കുന്ന സെക്ഷനൊക്കെ ഉണ്ട് പണി. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ മുട്ടയോട് കൂടി മീനുകളൊക്കെ നശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇവര് ട്രോളിംഗ് മൂലം ഈ കാലയളവിൽ പണിക്ക് പോകാൻ പാടില്ലെന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ ഈ പൂന്തറയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. പൂന്തറയിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് സാധാരണ വള്ളങ്ങളാണ്, ഡെയിലി പോയിട്ട് വരുന്ന ആൾക്കാർ, ചെറിയ വള്ളങ്ങൾ. അപ്പൊ അവർക്ക് ആ വള്ളങ്ങളിൽ നിയന്ത്രണം ഇല്ല. ആ വള്ളങ്ങൾക്ക് നിയന്ത്രണം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ പറയുന്ന പോലെ മുഴുവനായിട്ട് മീനിനെ വലിച്ചെടുക്കാനുള്ള പണി അവർക്കില്ല. അപ്പൊ അവർക്ക് ഡെയിലിയും പോയിട്ട് ഒന്നിൽ വലയിടുക അല്ലെങ്കിൽ ചൂണ്ടയിടുക ആ രീതിയിലുള്ള പണിയേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ ചെറിയ മീനുകളൊന്നും കുടുങ്ങത്തില്ല. അവർക്ക് കുടുങ്ങുന്നതൊക്കെ ഏകദേശം നമ്മൾ കഴിക്കുന്ന ടൈപ്പിലുള്ള മീനുകളെ കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മീനിന്റെ നശീകരണം അവിടെ വരുന്നില്ല. മനസ്സിലായോ? അപ്പൊ അതിന് മറ്റേ മുട്ടയിട്ട മീനുകൾ വളരാനുള്ള സാധ്യത എല്ലാം അവിടെ വരുന്നുണ്ട്. ഈ വള്ളങ്ങൾ പോകുന്നതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടും ഇല്ല. പൊതുവേ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറെ ഇഷ്യൂസുകളൊക്കെ നടന്നല്ലോ. ഇപ്പൊ മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ടോ? പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ മഴക്കാലം തുടങ്ങിയതുകൊണ്ട് കൂടുതൽ വള്ളങ്ങൾ ഇപ്പോൾ പണിക്ക് പോകുന്നില്ല. കാറ്റും മഴയും കാരണമേ എല്ലാ എണ്ണവും മറ്റേ ഈ പേടി കാരണം വീട്ടിലിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് മീനിന്റെ ലഭ്യത ഇപ്പൊ കുറവാണ്. അപ്പൊ കുറവ് മീൻ ഉള്ളത് കൊണ്ടും കുഴപ്പമില്ലാതെ ആൾക്കാർ തേടി വരുന്നുണ്ട് ഫ്രഷ് മീൻ വേണോന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും വേണമെങ്കിൽ നിങ്ങൾ നോക്കി അവിടെ ഇപ്പോഴും ഇത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവർക്ക് മീൻ കിട്ടാനില്ല, വിൽക്കുന്നവർക്ക് പോലും മീൻ കിട്ടാനില്ല. ഓക്കെ. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് സുരേഷ് എന്നാണ്. ഓക്കെ. ചേട്ടൻ എന്താ കടലിൽ എന്താ പരിപാടി എന്താണ്? ഞങ്ങളുടെ വീട്ടിൽ വള്ളം മെഷീനും ഉണ്ട്. ഞാൻ ഡെയിലി പണിക്ക് പോകും. ഇന്ന് പണിക്ക് പോയില്ല. ഓക്കെ.